വർഷം 1972 മാർച്ച് 26 മഹാരാഷ്ട്രയിലെ ഗഡ്ചരോളി ജില്ലയിലെ ദേശായിഗഞ്ച് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു യുവാവ് കടന്നു വരികയാണ്. സമയം ഏതാണ്ട് വൈകിട്ടത്തേക്ക് അടുക്കുകയാണ്. ആ സമയത്ത് അയാൾ വന്ന് പറഞ്ഞ പരാതി തൻ്റെ സഹോദരിയായിട്ടുള്ള മധുരയെ അശോക് എന്നു പറയുന്നൊരു വ്യക്തി തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. കഴിയും വേഗം അവളെ മോചിപ്പിച്ച് തരണമെന്നാണ് പരാതിയായി പറഞ്ഞത്. അയാളുടെ പരാതി വിശദമായി കേട്ട പോലീസ് ഈ അശോകിനോട് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറയുകയാണ്. അശോകിന്റെ ആന്റി ആയിട്ടുള്ള നോഷിയും കൂടെ അവരുടെ ഒരു സുഹൃത്തായിട്ടുള്ള അശോകിന്റെ ഒരു സുഹൃത്തായിട്ടുള്ള മീഷാമും അതുകൂടാതെ ഒരാൾ കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. ആ ആളെ കണ്ട് പോലീസുകാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ്. 1972 നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ പിടിച്ചു കുലുക്കിയ ഒരു ബലാത്സംഗത്തിന്റെ ഉൾക്കാഴ്ചകളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ക്രൈം ഡിറ്റക്റ്റീവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. എൻ്റെ പേര് രബിൻ. ഈ ദേശായിഗഞ്ച് എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ ജീവിച്ചു വന്നിരുന്ന സഹോദരന്മാരായിരുന്നു ഗാമയും ഗാമയുടെ സഹോദരിയായിട്ടുള്ള മധുരയും. നന്നേ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും നഷ്ടമായ മധുരയ്ക്ക് ഗാമയെ കൂടാതെ മറ്റൊരു സഹോദരൻ കൂടി ഉണ്ടെങ്കിലും ഗാമയോടൊപ്പമാണ് മധുര താമസിക്കുന്നത്. ഗാമ നാട്ടിലെ അല്ലറ ചില്ലറ പണികളെല്ലാം എടുത്താണ് തന്റെ കുടുംബം പോറ്റുന്നത്. മധുര തന്റെ ജ്യേഷ്ഠനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചില വീട്ടുജോലികൾക്കെല്ലാം പോകുമായിരുന്നു. അങ്ങനെ സമീപ ഗ്രാമത്തിലെ നോഷി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ജോലിക്ക് പോകുമായിരുന്നു. നോഷിയെ കൂടാതെ തന്നെ നോഷിയുടെ മരുമകനായിട്ടുള്ള അശോകും ആ കുടുംബത്തിലുണ്ടായിരുന്നു. അശോകിന്റെയും അച്ഛനമ്മ വളരെ ചെറുപ്പത്തിൽ മരിച്ചു പോയതാണ്. എല്ലാ ദിവസവും തുടർച്ചയായിട്ട് കാണുന്നതിലൂടെ ഈ അശോകിന്റെയും മധുരയുടെ ഇടയിൽ ഒരു ചെറിയ സൗഹൃദം ഉടലെടുക്കുകയാണ്. പിന്നീട് ആ സൗഹൃദം ഒരു പ്രണയത്തിലേക്ക് വഴിമാറുകയാണ്. മറ്റാരും അറിയാതിരിക്കാൻ അവരങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്നു എങ്കിൽ പോലും ഒരു ദിവസം ഗാമ ഇത് അറിയുകയാണ്. ഗാമ ഇതിനെ ശക്തിയായി തന്നെ എതിർക്കുകയാണ്. എന്നാൽ അതിനോടകം തന്നെ ഈ അശോകിന്റെയും മധുരയുടെ ഇടയിൽ പ്രണയം വളരെ ശക്തമായിരുന്നു. ഈ ബന്ധത്തെ ശക്തിയായിട്ട് എതിർത്ത ഗാമ ഇനി മേലാൽ മധുരയോട് ആ വീട്ടിൽ ജോലിക്ക് പോകണ്ടെന്ന് മാത്രമല്ല മറ്റൊരു വീട്ടിലും ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞ് ചെറിയ രീതിയിൽ ഒരു വീട്ടു തടങ്കലിലാക്കുകയാണ്. അങ്ങനെ മാർച്ച് 26 തന്റെ ജോലിയെല്ലാം പൂർത്തിയാക്കി വീട്ടിലേക്ക് വന്ന ഗാമയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, മധുര വീട്ടിലില്ല. അയാൾ സ്വാഭാവികമായിട്ടും ഊഹിച്ചു അവൾ ഈ അശോകിനൊപ്പം പോയിട്ടുണ്ടാവുന്നത്. അതിനാൽ തന്നെയാണ് നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ സീൻ പിന്നീടാണ് അരങ്ങേറുന്നത്. അയാൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയും അങ്ങനെ പരാതി കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ്. അതിനുശേഷം അന്ന് വൈകിട്ട് അശോകും നോഷിയും മീഷാമും കൂടാതെ ഒരാൾ കൂടി വന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് യഥാർത്ഥത്തിൽ മധുരയായിരുന്നു. മധുര കാര്യങ്ങളെല്ലാം തന്നെ പോലീസിനെ വ്യക്തമായി ധരിപ്പിക്കുകയാണ്. അപ്പൊ പോലീസിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. ഈ ഗാമയ്ക്ക് ഈ ബന്ധത്തിൽ ഇഷ്ടമല്ലാത്തതിനാലാണ് ഈ ഒരു തരത്തിലുള്ള പരാതി തന്നെന്ന് പോലീസ് മനസ്സിലാക്കുകയാണ്. അപ്പൊ പോലീസ് ചെറിയ രീതിക്ക് അയാളോട് വാൺ ചെയ്യുകയാണ്. ഇനി മേലാൽ ഇത്തരത്തിലുള്ള പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരാതികളുമായി ഇങ്ങോട്ട് വരരുതെന്നെല്ലാം പറഞ്ഞ് വിട്ടയക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടി പോലീസ് സ്റ്റേഷന്റെ വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് ഗൺപത് എന്ന് പറയുന്ന ആ പോലീസ് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ ആയിട്ടുള്ള വ്യക്തി വന്നിട്ട് മധുരയോട് പറയുകയാണ്, നീ ഇവിടെ നിൽക്ക്, എനിക്ക് ഇതിനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിച്ചറിയാനുണ്ട്, മറ്റെല്ലാവരും പുറത്തിറങ്ങി വെയിറ്റ് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ ഒരു കാര്യം ഇതിൻ്റെ അടുത്ത് പറയാൻ മറന്നുപോയിരുന്നു. ഇവർ ഈ ഗാമയും ഈ മധുരയും ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ്. അത് മാത്രമല്ല മധുര വളരെ കാണാൻ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി കൂടിയാണ്. സ്വാഭാവികമായിട്ടും ഈ ആദിവാസി വിഭാഗത്തിൽ പെടുന്നവർക്കൊക്കെ പോലീസിനോടുണ്ടാവുന്ന ഒരു ഭയവും പേടിയൊക്കെ അത് 1972 എത്രമാത്രമായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ. ഇങ്ങനെ ഈ ഗൺപത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും നോഷിയും അശോകും അതേപോലെ ഗാമയും മീഷാമും കൂടി ആ പോലീസ് സ്റ്റേഷന്റെ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ഗൺപത് ഈ സമയം മധുരയെ പോലീസ് സ്റ്റേഷന്റെ ബാത്റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്ന വഴിക്ക് തന്നെ സ്റ്റേഷനിലെ എല്ലാ ലൈറ്റുകളും ഓഫ് ആവുകയാണ്. അപ്പോൾ ഏതാണ്ട് സന്ധ്യ കഴിഞ്ഞിരിക്കുന്നു, ഇരുട്ടായിരിക്കുന്നു. ആ പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ ലൈറ്റുകളും ഓഫ് ആവുകയാണ്. അങ്ങനെ ഈ പെൺകുട്ടിയെ അയാൾ ബാത്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷം അവളോട് തൻ്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റാൻ പറയുകയാണ്. പേടിച്ച് വിറച്ചുപോയ 16-കാരി എന്ത് ചെയ്യണം എന്നറിയാതെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ അയാൾ വീണ്ടും ഭയപ്പെടുത്തുകയാണ്. പേടിച്ച് വിറച്ച പെൺകുട്ടി അയാൾ പറയുന്ന രീതിക്ക് അവളുടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ്. നിർവികാരതയോടെ ആ പെൺകുട്ടി തൻ്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റിയപ്പോൾ ടോർച്ചിന്റെ വെളിച്ചത്തിൽ അയാൾ ആ ക്രൂരനായിട്ടുള്ള മനുഷ്യൻ അവളുടെ ശരീര സൗന്ദര്യം കണ്ട് ആസ്വദിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ പോലീസ് സ്റ്റേഷൻ തന്നെ മെയിൻ ബിൽഡിങ്ങിലേക്ക് അവളെ കൊണ്ടുവന്നിട്ട് ശാരീരികമായിട്ട് അയാൾ ഉപയോഗിക്കുകയാണ്. ഒരു ആദിവാസി പെൺകുട്ടിക്ക് എത്രത്തോളം ഇൻസെക്യൂരിറ്റി ഉണ്ടാവും എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ട നിങ്ങൾക്ക് മനസ്സിലാവാൻ. തനിക്കൊന്ന് പ്രതികരിക്കാൻ പോലും പറ്റാത്ത വിധം ഭയന്നു പോയ അവള് അയാളുടെ ഇംഗിതങ്ങൾക്ക്
കിടന്നു കൊടുത്തു എന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം അവൾ നിർവികാരതയോടെ നിന്നു, പേടിയോടെ നിന്നു എന്ന് വേണം പറയാൻ. അവളെ ശാരീരികമായിട്ട് എല്ലാ തരത്തിലും ഉപയോഗിച്ച ശേഷം ആ പോലീസ് സ്റ്റേഷനിലെ തന്നെ മറ്റൊരു കോൺസ്റ്റബിൾ ആയിട്ടുള്ള തുക്കാറാമിന്റെ ഊഴം വരികയാണ്. അമിതമായി മദ്യപിച്ചതിനാൽ തന്നെ തുക്കാറാമിന് ഈ മധുരയുമായി ഇന്റർകോഴ്സിൽ ഏർപ്പെടാൻ സാധിക്കുന്നില്ല. മറ്റുള്ള പ്രവൃത്തികളെല്ലാം തന്നെ ചെയ്തിട്ട് അയാൾ തൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരുടെ ആഗ്രഹം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഈ സമയം തന്നെ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന നോഷിയും അശോകും ഗാമയും വിശ്രാമും കൂടിയിട്ട് വലിയ രീതിക്കുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയാണ്. അവർ ഒച്ചപ്പാടുണ്ടാക്കാൻ തുടങ്ങുകയാണ്. കാരണം തൻ്റെ സഹോദരിയെ കൂട്ടിക്കൊണ്ട് പോയിട്ട് കുറച്ചധികം സമയമായിട്ടും യാതൊരു തരത്തിലുള്ള വിവരങ്ങളുമില്ല. അങ്ങനെ ഒച്ചപ്പാട് കൂടി വന്നതിനാലും അത് മാത്രമല്ല ആ രണ്ട് മനുഷ്യമൃഗങ്ങളുടെ ആഗ്രഹം ശമിച്ചതിനാലും ആ പെൺകുട്ടിയെ അവർ വിട്ടയക്കുകയാണ്. അതായത് ആ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ വെച്ച് ആ 16 വയസ്സ് മാത്രം പ്രായമുള്ള പെണ്ണ് എന്ന് പറയാൻ പറ്റില്ല പെൺകുട്ടിയെ അവർ രണ്ടുപേരും കൂടി ലൈംഗികമായിട്ട് ഉപയോഗിച്ചു എന്ന് വേണം പറയാൻ. തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റാത്ത പെൺകുട്ടി എങ്ങനെയൊക്കെയോ വേച്ച് വിറങ്ങലിച്ച് ആ സ്റ്റേഷൻ്റെ പടിക്കൽ വന്നിട്ട് തൻ്റെ സഹോദരനോടും കാമുകനോടും തൻ്റെ സുഹൃത്തായിട്ടുള്ള മീഷാമിനോടും പൊട്ടിക്കരഞ്ഞുകൊണ്ട് സംഭവിച്ചതെല്ലാം പറയുകയാണ്. ഇതിൽ ക്ഷുഭിതരായിട്ടുള്ള ഈ ഗാമയും അശോകും എല്ലാവരും കൂടി പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് ചെന്ന് പോലീസുകാരോട് ന്യായം തട്ടി ചോദിക്കുകയാണ്. പക്ഷേ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട അവരുടെ ശബ്ദത്തിന് എന്ത് വിലയാണ് അധികാരികൾ കൊടുക്കുക? അവരെ പേടിപ്പിച്ച് പറഞ്ഞയക്കുകയാണ് ചെയ്തത്. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ പുറത്തിറങ്ങി പേടിച്ചോടാൻ തുടങ്ങുന്ന സമയം ഗാമ പറഞ്ഞിരുന്നു, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് തീർച്ചയായിട്ടും ഇതിന് ഞാൻ ശിക്ഷ അനുഭവിപ്പിക്കുമെന്ന്. നാട്ടിൽ ചെന്ന് അവർ തൻ്റെ സഹോദരിക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി പറയുകയാണ്. ഇത് കേട്ട കലി പൂണ്ട നാട്ടുകാർ പന്തങ്ങളെല്ലാം എടുത്ത് അതീവ അക്രമ സ്വഭാവത്തോടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. ഈ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വന്ന് വലിയ ഒച്ചപ്പാടും സമരങ്ങളും നടത്തുകയാണ്. പോലീസ് സ്റ്റേഷന് തീയിടും എന്നൊരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ മാത്രം പോലീസ് ഇൻചാർജ് ആയിട്ടുള്ള ഓഫീസർ തുക്കാറാമിനും ഒപ്പം തന്നെ ഗണപതിനും എതിരെ FIR ഇടുകയാണ്. അങ്ങനെ FIR ഇട്ട് അത് കേസാവുകയാണ്. 1974 ജൂൺ 1 മഹാരാഷ്ട്ര സെക്ഷൻ കോടതിയിൽ കേസ് വിളിക്കുകയാണ്. പ്രതിഭാഗം വക്കീല് വളരെ ശക്തിയായി തന്നെ ഗണപതിനും തുക്കാറാമിനും വേണ്ടി വാദിക്കുകയാണ് ചെയ്തത്. അവരുടെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ പെൺകുട്ടി ഇടയ്ക്കിടെ സെക്സിൽ ഏർപ്പെടുന്ന ഒരു പെൺകുട്ടി തന്നെയായിരുന്നു. അതിനാൽ തന്നെ അവിടെ ഒരു ബലാത്സംഗമല്ല നടന്നത്, രണ്ടുപേരുടെ സമ്മതത്തോടുള്ള ഒരു റിലേഷൻഷിപ്പാണ് അരങ്ങേറിയത്. അതിനാൽ തന്നെ അതൊരു ക്രിമിനൽ കേസ് അല്ലെന്ന് വാദിക്കുകയാണ്. അത് മാത്രമല്ല പ്രതിഭാഗം പലതരത്തിലുള്ള പോയിന്റുകൾ പറയുകയാണ്. ഈ പെൺകുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ ശരീരത്തിലോ മറ്റോ അത്തരത്തിലുള്ള പാടുകളോ എന്തെങ്കിലും ഉണ്ടാവുമായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ഒരു പാടുകളും ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ഇതൊരു ക്രിമിനൽ കേസായി നിലനിൽക്കില്ലെന്നും ഒരു ബലാത്സംഗമല്ലെന്നും ശക്തമായി തന്നെ വാദിക്കുകയാണ്. ഒന്ന് ഓർത്തു നോക്കുക, ആ പെൺകുട്ടി തനിക്ക് സംഭവിച്ച അനീതി മിണ്ടാതിരുന്നുവെങ്കിൽ അവർക്ക് ഇത്തരത്തിൽ ആ കോടതി റൂമിൽ നിന്ന് അവളുടെ മാനത്തിന് വീണ്ടും വീണ്ടും വില പേശേണ്ടി വരില്ലായിരുന്നു. ആ പ്രതിഭാഗം വക്കീല് തൻ്റെ കഴിവിൻ്റെ പരമാവധിയിൽ തന്നെ ആ പെൺകുട്ടിയെ ഏറ്റവും മോശമായി ചിത്രീകരിക്കുകയാണ്. അവൾ ഇത്തരത്തിലുള്ള വേഴ്ചയിൽ ഏർപ്പെടുന്ന സ്ത്രീയാണെന്നും അവൾ താല്പര്യത്തോടു കൂടിയാണ് ഈ ഇത്തരത്തിലുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടതെന്നും എല്ലാം വാദിച്ച പ്രതിഭാഗത്തിന് കോടതിയെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുകയാണ്. എന്നാൽ ഭയന്ന് വിറച്ചതിനാലാണ് അന്ന് ആ സമയം മധുരയ്ക്ക് പ്രതികരിക്കുന്ന ശേഷി നഷ്ടപ്പെട്ടു പോയെന്ന വാദം കോടതി മുഖവലയ്ക്ക് പോലും എടുത്തില്ല. അങ്ങനെ കോടതി ഈ കേസ് തള്ളുകയാണ്. തുക്കാറാമിനെയും അതേ രീതിക്ക് തന്നെ ഗണപതിനെയും വെറുതെ വിടുകയാണ്. എന്നാൽ ഈ വിധിയെ ചോദ്യം ചെയ്ത് ഗാമ ഹൈക്കോടതിയിൽ പോവുകയാണ്. 1976 ഒക്ടോബർ മാസം കോടതി ഈ കേസ് എടുക്കുകയാണ്. കോടതി വിശദമായി തന്നെ ഇതിന്റെ വാദങ്ങൾ കേട്ടപ്പോൾ പ്രതിഭാഗം വക്കീല് വീണ്ടും അത് തന്നെയാണ് ആവർത്തിച്ചത്. മധുരയ്ക്ക് മോശമായ സ്വഭാവം ഉണ്ടായിരുന്നെന്നും അല്ലെങ്കിൽ തൻ്റെ സഹോദരനും മറ്റും അവിടെ പുറത്ത് നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു വീഴ്ച ഒരു കാരണവശാലും സംഭവിക്കില്ലെന്നും അതിനാൽ തന്നെ ഈ കേസ് അസാധുവാണെന്ന് എല്ലാം വാദിക്കുകയാണ്. ആ സ്ത്രീയുടെ മാനം കപ്പലേറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോൾ കാര്യങ്ങളെല്ലാം തുക്കാറാമിനും ഗണപതിനും എതിരായിട്ടാണ് തിരിഞ്ഞത്. വാദിഭാഗത്തിൻ്റെ ഈ വാദത്തെ ഹൈക്കോടതി ശരിവച്ചുകൊണ്ട് വലിയൊരു വിധി പുറപ്പെടുവിക്കുകയാണ്. ആ വിധി അനുസരിച്ച് ഗണപതിന് 5 വർഷം തടവും തുക്കാറാമിന് 1 വർഷം തടവുമാണ് വിധിച്ചത്. എന്നാൽ പണത്തിന്റെയും അധികാരത്തിന്റെയും ഹുങ്കുള്ള ഈ തുക്കാറാമും ഗണപതിയും ഈ ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോവാണ്. അങ്ങനെ 1978 സുപ്രീം കോടതിയിൽ കേസ് എത്തിയപ്പോൾ വാദിഭാഗത്തിന്റെ ന്യായങ്ങളെ ഒന്നും സുപ്രീം കോടതി മുഖവിലക്കെടുക്കാതെ പ്രതിഭാഗം പറഞ്ഞ കാരണങ്ങളെല്ലാം തന്നെ വലിയ രീതിക്ക് പ്രാധാന്യം നൽകുകയാണ്. അതായത് നമ്മൾ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു, ആ പെൺകുട്ടി മോശമായ സ്വഭാവമുള്ളവളാണെന്നും
അല്ലെങ്കിൽ അവളുടെ മേത്ത് മുറിപ്പാടുകൾ കണ്ടേനെന്നും അത് മാത്രമല്ല തൻ്റെ സഹോദരനും മറ്റു പ്രിയപ്പെട്ടവരെല്ലാം പുറത്തു നിൽക്കുമ്പോൾ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ളൊരു വീഴ്ച സാധ്യമാവില്ലെന്നും, അതായത് ബലാത്സംഗം സാധ്യമാവില്ലെന്നും പ്രതിഭാഗം നല്ല രീതിയിൽ തന്നെ വാദിക്കുകയും തെളിവുകളൊന്നും നൽകാൻ സാധിക്കാതിരുന്ന വാദിഭാഗത്തിന്റെ വാദങ്ങളെ കോടതി മുഖവിലേക്ക് എടുത്തതുമില്ല. അങ്ങനെ ഈ ഹൈക്കോടതി വിധിച്ച ശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കുകയാണ്. ആ കാശിന്റെ മുങ്കിൽ വിജയിച്ചിറങ്ങിയ തുക്കാറാമും ഒപ്പം തന്നെ ഗൺപതും വലിയ അഹങ്കാരത്തോടു കൂടിയാണ് കോടതിക്ക് പുറത്തേക്ക് വന്നതെന്ന് അന്ന് വലിയ വാർത്തയായി തന്നെ പത്രമാധ്യമങ്ങളിൽ വന്നിരുന്നു. മധുര കേസിലെ വിധി വന്ന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരു പറ്റം പ്രൊഫസർമാർ സുപ്രീം കോടതിക്ക് ഒരു ഓപ്പൺ ലെറ്റർ എഴുതുകയാണ്. ആ ഓപ്പൺ ലെറ്ററിലെ മാറ്റം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു വിധിയിലൂടെ രാജ്യത്തെ മുഴുവൻ പോലീസുകാർക്കും നിങ്ങൾക്ക് ഏതൊരു സ്ത്രീയെ വേണമെങ്കിലും ബലാത്സംഗം ചെയ്യാനുള്ളൊരു ലൈസൻസായി എടുക്കാം എന്നതാണെന്ന് പരോക്ഷമായി വിമർശനമാണ് ആ പ്രൊഫസർമാർ അതിൽ ഉന്നയിച്ചിരുന്നത്. ആ ലെറ്ററുകളെല്ലാം തന്നെ അന്ന് പത്രമാധ്യമങ്ങളിൽ വലിയ ചർച്ച ആവുകയായിരുന്നു. എന്നാൽ സുപ്രീം കോടതി ലെറ്റർ വായിച്ച ശേഷം വിശദമായി തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയുണ്ടായി. ആ കേസിൽ തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നതിന് ആ പെൺകുട്ടിക്ക് ഒരു രേഖകൾ പോലും ഹാജരാക്കാൻ സാധിച്ചില്ല, അതായത് ഒരു തെളിവുകൾ പോലും കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ സാധിച്ചില്ല. അതിനാൽ തന്നെ ഈ കേസിൽ ഇനി ഒരു പുനർവിചാരണയ്ക്ക് ഒരു സ്കോപ്പുമില്ലെന്ന് തീർത്തു സുപ്രീം കോടതി പറയുകയാണ്. എന്നാൽ ഈ സമയത്തെല്ലാം നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, പത്രമാധ്യമങ്ങളിൽ വലിയ രീതിക്ക് വാർത്തയായി വന്നതിനാൽ തന്നെ പിന്നീട് വുമൺ ഓർഗനൈസേഷനും പല യൂത്ത് ഫെഡറേഷനും എല്ലാം തന്നെ വലിയ രീതിക്കുള്ള സമരങ്ങളുമായി രംഗത്തേക്ക് വരികയാണ്. ഈ മധുരയ്ക്ക് വേണ്ടി വലിയ ഒച്ചപ്പാടുകളും ബഹളങ്ങളും എല്ലാം ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഈ കേസിന്റെ വിധി വന്ന് ഏതാണ്ട് 5 വർഷങ്ങൾക്ക് ശേഷം 1983 ഡിസംബർ 25 ഇന്ത്യൻ പീനൽ കോഡിൽ ചില പൊളിച്ചെഴുത്തലുകൾ നടത്തുകയാണ്. അതനുസരിച്ച് അതായത് 1983 വരെ ഒരു സ്ത്രീ കോടതിക്ക് മുന്നിൽ വന്ന് തന്നെ ഒരാൾ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുകയാണ്, ഇന്നൊരു വ്യക്തി തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് തെളിയിക്കേണ്ടത് ആ വ്യക്തിയുടെ മാത്രം ആവശ്യമായിരുന്നു. അതായത് ആ പറയുന്ന പെൺകുട്ടിയുടെ മാത്രം ഉത്തരവാദിത്തമാണ് താൻ ബലാത്സംഗത്തിന് ഇരയായി എന്നുള്ളത്. എന്നാൽ ഈ വകുപ്പ് പൊളിച്ചെഴുതിയതിലൂടെ പിന്നീട് വന്ന നിയമം അനുസരിച്ച് ഒരു പെൺകുട്ടി കോടതിക്ക് മുന്നിലോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ ഒരു വ്യക്തി തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞാൽ അവൾ ആരെയാണോ ചൂണ്ടിക്കാണിച്ചത് ആ വ്യക്തിയാണ് പിന്നീട് താൻ ബലാത്സംഗം ആ സ്ത്രീയെ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടായി വന്ന ഒരു മാറ്റം. സ്ത്രീകളെ ഏറ്റവും അധികം ദുരുപയോഗം ചെയ്തിട്ടുള്ളതും ഈ നിയമം തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. അതിൻ്റെ ഏറ്റവും അടുത്ത ഉദാഹരണങ്ങളാണ് ഈ സമീപകാലത്ത് നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ അരങ്ങേറിയതെല്ലാം. ഒരു കാലഘട്ടത്തിൽ ഒരു വ്യക്തിയുമായി നല്ല സൗഹൃദത്തിലായിരിക്കുമ്പോൾ ശാരീരികമായി റിലേഷനിൽ ഏർപ്പെടുകയും പിന്നീട് ആ വ്യക്തിയുമായി തെറ്റിപ്പിരിഞ്ഞ ശേഷം അന്ന് നടന്നത് തൻ്റെ കൺസെൻറ്റോട് കൂടിയിട്ടുള്ള ഒരു ശാരീരിക വീഴ്ചയല്ലെന്നും അതൊരു ബലാത്സംഗമായിരുന്നു എന്നും പറഞ്ഞ് എത്രയോ പരാതികൾ നമ്മുടെ ഇന്ത്യൻ ഹൈക്കോടതികളിലും സുപ്രീം കോടതികളിലൊക്കെ ഇപ്പോഴും കെട്ടിക്കിടക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ എത്രയോ പുരുഷന്മാരുടെ മാനം കപ്പലേറിയിട്ടുണ്ട്, എത്രയോ പേരുടെ കുടുംബങ്ങൾ തകർന്നു പോയിട്ടുണ്ട്, എത്രയോ പേര് ആത്മഹത്യക്ക് ഇരയായിട്ടുണ്ട്. ഈ നിയമങ്ങളെല്ലാം തന്നെ സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി കൊണ്ടുവന്നതാണെന്ന് പിന്നീട് വന്ന സമൂഹം മനസ്സിലാക്കിയില്ല. ഒരു പാവപ്പെട്ട ഒരു ആദിവാസി പെൺകുട്ടിയുടെ പോരാട്ടത്തിന്റെ ബാക്കി പത്രമാണെന്നുള്ളതും ഇന്ന് സമൂഹം ഓർക്കാൻ വഴിയില്ല. അത് മാത്രമല്ല, മധുരയുടെ ഈ കേസിന് ശേഷമാണ് ഒരു വിക്ടിമായിട്ട് വരുന്ന ഒരു പെൺകുട്ടിയുടെ ബലാത്സംഗ കേസുകളിൽ വിക്ടിമായിട്ട് വരുന്ന പെൺകുട്ടികളുടെ യഥാർത്ഥ നാമങ്ങൾ പത്രത്താളുകളിലോ അല്ലെങ്കിൽ കോടതിയിൽ പോലും ഉച്ചരിക്കാൻ പാടില്ലെന്നും ഒരു താൽക്കാലികമായിട്ടൊരു പേര് അവൾക്ക് നിർദ്ദേശിക്കേണ്ടതുണ്ടെന്നും അത്തരത്തിലൊരു നിയമം കൂടി ഇതിൽ കൂടെ പാസ്സായി. അതനുസരിച്ച് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, രാജ്യത്തെ നടുക്കിയ ഏറ്റവും വലിയ ബലാത്സംഗ കൊലപാതകമായിരുന്നല്ലോ നിർഭയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ 2012 ഡൽഹിയിൽ അരങ്ങേറിയ ആ ഒരു സംഭവം. അതിനകത്ത് പെൺകുട്ടിയുടെ യഥാർത്ഥ പേര് അല്ല നിർഭയ എന്നുള്ളത്, അത് അവൾക്ക് സിസ്റ്റം നൽകിയൊരു പേരാണ്. അത് അവളുടെയും അവളുടെ കുടുംബത്തിൻ്റെയും സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഈ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ മധുര എന്ന് പറയുന്ന പെൺകുട്ടിയുടെ യഥാർത്ഥ നാമം തന്നെയാണതെന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്കും സങ്കടമുണ്ട്. കാരണം ഈ കഥ വ്യക്തമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഓപ്പണായി തന്നെ കാര്യങ്ങൾ പറഞ്ഞത്. എന്തൊക്കെയാണെങ്കിലും പണത്തിന്റെയും അധികാരത്തിന്റെയും പേരിൽ തനിക്ക് ഏർപ്പെട്ട ഈ അപമാനം രാജ്യത്തെ ഒരു സ്ത്രീക്കും ഉണ്ടാവരുത് എന്ന് കരുതി പോരാടാൻ ഉറപ്പിച്ചിറങ്ങിയ ആ സ്ത്രീക്ക് പരമോന്നത നീതിപീഠം പോലും അവൾക്ക് വേണ്ടത്ര പരിഗണന നൽകിയില്ലെങ്കിൽ പോലും അവളുടെ പോരാട്ടത്തിന്റെ ഫലങ്ങളാണ് ഇന്ന് സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതുമെന്ന് ആരും മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബൈ.